എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഏഞ്ചൽസ് ആർമിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്വർഗീയ സമ്മാനം. ഈ സമ്മാനം എങ്ങനെ മക്കളെ സ്വർഗോന്മുഖരാക്കി വളർത്തിക്കൊണ്ടുവരാം, എങ്ങനെ തിരുസഭയുടെ പഠനങ്ങൾക്കും തിരുവചനങ്ങൾക്കും വിശുദ്ധ ജീവിതം അനുസരിച്ച് എങ്ങനെ നമ്മുടെ മക്കളെ മോൾഡ് ചെയ്യാം, ദ ആർട്ട് ഓഫ് പാരൻറ്റിങ്, അതാണ് ഈ ചെറിയ സംസാരത്തിൻ്റെ ലക്ഷ്യം. നമ്മെ സഹായിക്കാനായിട്ട് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ജോർജേട്ടനാണ്. ജോർജേട്ടൻ ഒത്തിരി എപ്പിസോഡ് നമ്മളൊപ്പം ഉണ്ടാകും. ജോർജേട്ടനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളത്. നമ്മോടൊപ്പം ഉള്ളത് രണ്ട് ചേച്ചിമാരാണ്. നിങ്ങളതൊന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് റോഷ്നി. ഞാൻ എറണാകുളം സ്വദേശിയാണ്. ഞാൻ ഏജീസ് ഓഫീസിൽ ജോലി ചെയ്യുന്നു. സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണല്ലേ? അതെ. ചേച്ചി? എൻ്റെ പേര് സൗമ്യ. ഞാൻ ഹൗസ് വൈഫാണ്. രണ്ടുപേരുടെയും ഭർത്താക്കന്മാർ ഡോക്ടർമാരാണ്. രണ്ടുപേരും ഏഞ്ചൽസ് ആർമിയുടെ ശുശ്രൂഷകരുമാണ്. ഇതിന് പ്രത്യേകതയുണ്ട് ഈ എപ്പിസോഡിന്. ഇത് മധുരമൊഴിയുടെ 100ാമത്തെ എപ്പിസോഡാണ്. ഏകദേശം 2.5-3 വർഷങ്ങൾ കൊണ്ട് നമ്മൾ 100 എപ്പിസോഡുകൾ പൂർത്തിയാക്കിയാണ്. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡിൻ്റെ സബ്ജക്റ്റും ഇതുവരെ ഡിസ്കസ് ചെയ്തതൊന്നും തികച്ചും വ്യത്യസ്തമായ സബ്ജക്റ്റാണ്. ഏകദേശം 1020 എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്നെ കോളേജിൽ പഠിപ്പിച്ച ഒരു പ്രൊഫസറെ മീറ്റ് ചെയ്തിരുന്നു. പ്രൊഫസർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ജെറിൻ പ്രോഗ്രാമൊക്കെ കൊള്ളാം, വളരെ നന്നായിരിക്കുന്നു, ടോപ്പിക്സൊക്കെ ഭയങ്കര ആപ്റ്റാണ്, ഭയങ്കര ക്രിയേറ്റീവാണ്, നീഡ്ഫുള്ളാണ്, എല്ലാം പറഞ്ഞു. എൻ്റെ ഉള്ളിലാണ് ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. ഒരു ചെറിയ മൈനോറിറ്റിക്കെങ്കിലും നിങ്ങൾ കുറച്ച് നിരാശയും കുറ്റബോധവും ആഡ് ചെയ്യുന്നുണ്ട് ഈ മധുരമൊഴി എന്ന പ്രോഗ്രാമിലൂടെ. അതെന്താണ്, നമ്മളങ്ങനെ മോശപ്പെട്ട കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ. എന്നറിയാണ് നിങ്ങളിവിടെ അവതരിപ്പിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും 6, 7, 8, 10 മക്കളുള്ള കുടുംബങ്ങളൊക്കെയാണ് നിങ്ങൾ കൊണ്ടുവന്ന് കൊതിപ്പിക്കുന്നത്. അപ്പം മക്കളില്ലാത്തൊരു വലിയ തലമുറയുണ്ടേ, മക്കളില്ലാത്ത കുറേ കപ്പിൾസ് ഉണ്ട്. അവരിൽ നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ പോലും ഒരു ചെറിയ നിരാശയൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നതെന്ന് എൻ്റെ അധ്യാപകൻ പറഞ്ഞു. ഞാൻ ശരിക്കും ദൈവ സ്വരമായിട്ട് തന്നെ ഏറ്റെടുത്തു. അന്ന് മുതൽ ചിന്തിക്കുന്നതാണ്, എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു എപ്പിസോഡ്, അങ്ങനത്തെ ഒരു ഡിസ്കഷൻ, അങ്ങനത്തെ ഒരു സംസാരം മധുരമൊഴി വന്നുകൂടെയെന്ന്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ മധുരമൊഴി സംസാര വിഷയം അത് തന്നെയാണ്. മക്കളില്ലാത്ത ദമ്പതികൾക്ക് എങ്ങനെ അപ്പനും അമ്മയാവാം, അത് എങ്ങനെ ഒരു ദൈവവിളിയായിട്ടും ദൈവനിയോഗമായിട്ടും ഏറ്റെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇവർ രണ്ടുപേരും വിവാഹിതരായി വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെങ്ങനെ, പക്ഷേ ഈ മദർഹുഡ് ഇവരുടെ ഭർത്താക്കന്മാർ എങ്ങനെ ആ ഫാദർഹുഡും സ്റ്റിൽ മക്കളില്ലാതെ ഈ ഭൂമിയിൽ എൻജോയ് ചെയ്യുന്നു. ചേച്ചി റോഷേജി എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ അംഗീകരിക്കുന്നു എന്ന് നോക്കിക്കാണുന്നതൊക്കെ? അത് ഒത്തിരി പേർക്ക് ആശ്വാസമായിരിക്കും നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 17 വർഷമായി. 17 വർഷം. ചേട്ടൻ്റെ പേരെന്താണ്? എബി. ബൈ പ്രൊഫഷൻ ഹീസ് എ ഡോക്ടർ. അതെ. ഓക്കെ. അപ്പോൾ ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ആകുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് ട്രീറ്റ്മെൻറ്റുകളും സാധ്യമായ ട്രീറ്റ്മെൻറ്റുകൾ ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ആയില്ല. ഇതിനെ എങ്ങനെ നോക്കി കാണുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ഞാനതിനെ കാണുന്നത്, ഈ മക്കളില്ലാത്ത അവസ്ഥ അത് ദൈവത്തിൻ്റെ ദാനമാണ്. അങ്ങനെ കാണാനുള്ളൊരു കൃപ കർത്താവ് തന്നു. അങ്ങനെ കാണാനുള്ളൊരു കൃപ പറ്റില്ല. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് എന്താ പറയുക, വിഷമമുണ്ടെങ്കിലും അതിനപ്പുറം കുറച്ചൊന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് കാണാനും എനിക്ക് പറ്റുന്നുണ്ട് ഇപ്പം. കാരണം വെച്ചാൽ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചല്ലാതെ ഒന്നും നടക്കുന്നില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മറുതലിച്ച് പോകണം. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അത് വചനം തന്നെ പറയുന്നു, തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അപ്പോൾ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതി, അതെല്ലാം നന്മയ്ക്കാണ്. ഇപ്പം എന്ന് പറയുമ്പോൾ അതൊരു ദാനമാണ്. ഇത് സിമ്പിളായിട്ട് പറഞ്ഞു വെച്ചതാണ്. ഉദരഫലം ദൈവത്തിന്റെ ദാനമാണെങ്കിൽ വന്ധ്യതയും ദൈവത്തിന്റെ ദാനമാണ്. അതെ. ഇതിപ്പോൾ ഞാനൊരു പുരോഹിതനോടൊന്ന് വിളിച്ചു പറയുകയാണെങ്കിൽ ആൾക്കാർക്ക് ന്യായീകരണ തൊഴിലാളിയെന്നോ അല്ലെങ്കിൽ നമ്മൾ സഭയുടെ സൈഡ് പിടിച്ച് സംസാരിക്കുന്നോ, അതും അല്ലെങ്കിൽ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ഇങ്ങനത്തെ അവസരങ്ങൾ കടന്നു വന്നവൾ പറയുമ്പോൾ ദാറ്റ് ഈസ് ലിറ്ററലി കറേജിയസ്, പ്രൊഫറ്റിക് ഒക്കെ തന്നെ പറയേണ്ടി വരും. ചേച്ചി പറഞ്ഞു ചേച്ചി. ഉദരഫലം ദൈവത്തിൻ്റെ ദാനം എന്ന് പറയുമ്പോൾ തന്നെ അത് ആരുടെയും അവകാശമല്ല, അവകാശമല്ലാതെ തരുന്നതാണ് എന്നൊരർത്ഥവും കൂടെ ഉണ്ട്. അപ്പം അത് ദൈവം ഓരോരുത്തർക്കും ഓരോ പദ്ധതിയാണ്, അതിന് അർത്ഥമുണ്ട്. അപ്പോൾ അതനുസരിച്ച് ദൈവം അങ്ങനെ അംഗീകരിക്കുന്നു. പിന്നെ അപ്പം ആ വഴിയിലൂടെ ദൈവം നടത്തുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ വാതിലടച്ചിട്ടില്ല. കാരണം ദൈവം വാതിലടയ്ക്കുന്നില്ല. നമുക്കറിയാം, എത്രയോ വാർദ്ധക്യത്തിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് സാറയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായത്. അന്നയ്ക്കും ജോവാക്കിമിനും എൻ്റെ അറിവിലൊരു 20 വർഷം കഴിഞ്ഞുണ്ടായ കുഞ്ഞാണ് മാതാവ്. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പം വാർദ്ധക്യത്തിലെത്തിയ സാറയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാവുകയെങ്കിൽ നാളെ ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ
സംഭവിക്കാം. അന്നേരം നമ്മൾ ആമേൻ പറയും. അന്നേരം ആമേൻ പറയും. ഫൈൻ. ചേച്ചി നമുക്ക് ഇനി സൗമ്യ ചേച്ചിയിലേക്ക് വരാം. ചേച്ചി സംസാരിച്ചോളൂ ചേച്ചി. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ റോഷ്നി പറഞ്ഞ പോലെ തന്നെ ഇത് ഈശോയുടെ ദാനമാണല്ലോ. ഉദരഫലം ദൈവത്തിൻ്റെ ദാനം എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മൾ പിടിച്ച് വാങ്ങേണ്ട അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഒരു സംഭവമല്ലല്ലോ. അത് കർത്താവിൻ്റെ മക്കൾക്ക്, നമ്മുടെ അപ്പനാണെങ്കിൽ അപ്പനറിയാം അപ്പൻ്റെ മക്കൾക്ക് എന്ത് ദാനം എപ്പോൾ ഏത് അളവിൽ കൊടുക്കണമെന്നുള്ളത്. അപ്പം ഉദരഫലം എപ്പോൾ ഓരോ ദമ്പതിമാർക്കും അത് ദൈവം നിശ്ചയിക്കുന്ന സമയത്ത് അതിൻ്റെ പൂർത്തീകരണത്തിൽ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഒരുപക്ഷെ ഞങ്ങൾക്കിതൊരു ഒരുക്കപ്പെടലിൻ്റെ കാലഘട്ടമായിരിക്കാം. ഇത് തന്നെ ഒരു വിളിയുടെ ഒരവസ്ഥയായിരിക്കാം. ഇപ്പോൾ അച്ഛൻ്റെ ദൈവവിളി പോലെ അല്ലെങ്കിൽ ജോർജേട്ടന് ഇത്രയും മക്കളുള്ള എൻ്റെ ആ ഒരു വിളി പോലെ ഞങ്ങൾക്കും ഇതൊരു വിളിയുടെ തന്നെ കാലഘട്ടം തന്നെ. അപ്പം ആ ഒരു സമയത്ത് ഇപ്പം ശരിക്കും ഞങ്ങളെ സംബന്ധിച്ച് ഞാനൊക്കെ എൻ്റെ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ഞാൻ ഓർത്തിരുന്നു എൻ്റെ പെട്ടെന്നായിരുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞ്. ഇപ്പം ഈ 18-19 വർഷമൊന്നും ഞാൻ സ്വപ്നത്തിൽ ഓർത്തില്ല എനിക്ക് കുഞ്ഞുങ്ങളില്ലാത്തൊരവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോകുന്നു. വിവാഹം പെട്ടെന്ന് കഴിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്ക് ഒരു കുഞ്ഞിന് വേണ്ടി ഒരുങ്ങാൻ എനിക്ക് ഒത്തിരി സമയം വേണമെന്ന്. ചുരുങ്ങിയത് എനിക്കൊരു 6 മാസമെങ്കിലും എനിക്കൊരു നല്ലൊരു അമ്മയാവാനായിട്ട്. പക്ഷേ ഈശോ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഈശോ എന്നെ ഈ 10-15-18 വർഷത്തോളം ഈശോ ഒരുക്കുമായിരുന്നു എന്നുള്ളത്. ഇപ്പോഴാണ് ഒരു മദർഹുഡ് എന്താണെന്നും ആ ഒരു അവസ്ഥ അതിൻ്റെ ബ്യൂട്ടി എന്താണെന്നും ഞാൻ അറിയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒരു കർത്താവ് തരുന്ന സമയത്ത് കർത്താവിനറിയാം ഓരോ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴാണ് അത് കൊടുക്കേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഒത്തിരി പേര് എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, പെട്ടെന്നായിപ്പോയി കുഞ്ഞുങ്ങൾ, പ്ലാൻ ചെയ്തില്ല. അപ്പം ഞാൻ വിശ്വസിക്കുന്ന നമ്മൾ നോ പറയുന്നേക്കാളും കർത്താവെ നിൻ്റെ ഹിതം എന്തോ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് മാതാവ് പറഞ്ഞ പോലെ തന്നെ എൻ്റെ അമ്മയുടെ ആ ഒരു അടിമസമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇതിനെല്ലാം ആക്സെപ്റ്റ് ചെയ്യാനും. അതെ, ചേച്ചി പറഞ്ഞതിൻ്റെ ഒരു മറുപുറം പറയാൻ ആഗ്രഹിക്കുകയാണ്. ചേച്ചി പലരും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ കുറച്ച് പ്ലാൻ ചെയ്യണം. നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ, ഈ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു സെറ്റിലാവട്ടെ, അല്ലെങ്കിൽ വിദേശത്ത് പോകട്ടെ, PR കിട്ടട്ടെ. പാവങ്ങൾ അവരുടെ ഒത്തിരി ചുറ്റുപാടിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടും അല്ലെങ്കിൽ അവരുടെ തന്ത്രപ്പാടുകൾ കൊണ്ടും വീട്ടിലെടുത്താൽ പൊങ്ങാത്ത ഉത്തരവാദിത്തമുള്ളവരാണ് ചിന്തിക്കുന്നത്. പക്ഷേ അതുമൊക്കെ തന്നെ ഡയറക്റ്റ്ലി ഒരു ഇൻഡയറക്റ്റ്ലി ദൈവഹിതത്തിന് വാതിലടക്കുകയാണ്. അപ്പോൾ ഒത്തിരി വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നിട്ട് കിട്ടാതിരിക്കുന്നവർക്ക് ഇങ്ങനെ പറയുന്നവരുടെ ശരിക്കും അതിൻ്റെ ഒരു ഭാരം ഇവർ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകാറുണ്ട് ഇവരിങ്ങനെ പറയുമ്പോഴത്തേനും. ഞാൻ പലപ്പോഴും കരഞ്ഞു പോയിട്ടുണ്ട്. ഇവരെന്തൊരു ടേക്കൺ ഫോർ ഗ്രാൻഡഡാ. അപ്പം നമ്മൾ എത്ര ചോദിച്ചിട്ട് എല്ലാ മാസവും നമ്മൾ ചോദിക്കുന്നുണ്ട് ഈശോയെ തരാവോ. പക്ഷെ കർത്താവിനറിയാന്നുള്ളത് നമുക്കും അറിയാം. റോഷ്നി പറഞ്ഞ പോലെ ഇതൊരു നിരാശയുടെ കാലഘട്ടമെന്നൊന്നും പറയാനൊക്കുമല്ല. ഇത് കർത്താവിന്റെ സ്നേഹം അനുഭവിക്കുന്ന കാലഘട്ടം തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഇത് ദാനമാന്നുള്ള തിരിച്ചറിവ്. അല്ല, ചിലപ്പം അച്ഛാ എനിക്ക് തോന്നുന്നു ലോകത്തിൽ ചില അടയാളങ്ങളും ചിലതുമൊക്കെ ദൈവം സ്ഥാപിക്കാറുണ്ട് നമുക്ക് വ്യക്തതയ്ക്ക് വേണ്ടി, മറ്റുള്ളവർക്കൊരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട്. ചിലപ്പോൾ അത് വഹിക്കുന്നവരെ ഓർത്ത് നമ്മൾ വിഷമം വിചാരിക്കും. തീർച്ചയായിട്ടും ഇപ്പോൾ ഇവർ രണ്ടുപേരുടെയും കാര്യത്തിനകത്ത് അവർ കുഞ്ഞില്ലാതെ പോകുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വേദനാജനകമാണ്. തീർച്ചയായിട്ടും നമുക്കും അത് മനസ്സിലാവും. പക്ഷേ ഇവർ ശരിക്കൊരു ശക്തമായ ഒരു വിരൽ ചൂണ്ടിയായി മാറുന്നുണ്ട്. കുഞ്ഞുങ്ങളെ വേണ്ട, ഇപ്പം വേണ്ട, നാളെ മതി, കുറച്ച് മതി, സ്പേസിങ്, കുറേ ടെക്നിക്കൽ വാക്കുകളൊക്കെ ഉപയോഗിച്ചത്. വാസ്തവത്തിൽ ഇവരോട് ചോദിച്ചാൽ ഇവർക്കറിയാം, അല്ലെങ്കിൽ ഇവർ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാണ് ഇത് അൾട്ടിമേറ്റായിട്ട് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നതാണ്. എനിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു കാര്യമല്ല. എനിക്ക് പലതും ചെയ്യാമെന്ന് തോന്നുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല ഞാനത് പോകേണ്ടത്. ഞാൻ അതിലേക്ക് തന്നെയാണ് ഇവരെ അടുത്ത ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇവർ രണ്ടുപേരും ഭർത്താക്കന്മാർ ബൈ പ്രൊഫഷൻ മെഡിക്കൽ ഡോക്ടേഴ്സാണ് രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ജോർജേട്ടൻ പറഞ്ഞ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ ഇൻവേർട്ടർ കോമയിൽ മനുഷ്യന് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആർട്ടിഫിഷ്യലായിട്ട് റീപ്രൊഡക്റ്റീവ് മക്കളെ ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ ടെക്നിക്കുകളും മെത്തേഡുകളും സൂപ്പർ മെത്തേഡുകളുടെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അത് മറ്റാരെക്കാളും നിങ്ങളുടെ കുടുംബങ്ങളിൽ ഡിസ്കസ് ചെയ്യപ്പെടുകയും നിങ്ങൾ അവെയർ ആവുകയും ചെയ്തതാണ്. അതുകൊണ്ട് ആ ഭാഗം ഒന്ന് ക്ലിയർ ആയിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും ആ ഭാഗത്ത് അധികം ആൾക്കാർക്കും ക്ലാരിറ്റി ഇല്ലാത്ത മേഖലയും കൂടിയാണ്. റോഷിച്ചൊന്ന് പറയാമായിരുന്നു. അതിനുമ്പ് റോഷിച്ചൻ്റെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഡബിൾ ഇൻറ്റൻഷൻ ഉണ്ട്. ഭർത്താവ് ഡോക്ടറാണെങ്കിലും ചേച്ചി ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായ ഒപ്പം തന്നെ ഒരു ദൈവശാസ്ത്രജ്ഞയും കൂടി എന്ന് പറയാം. കാരണം അതങ്ങനെ തന്നെ പറയണം. തിയോളജിയിൽ BTH കഴിഞ്ഞു. BTH എന്ന് പറയുന്ന ഒരു പുരോഹിതരാവാൻ വേണ്ടി എടുക്കേണ്ട മിനിമം സാധനമാണ് BTH, ബാച്ചിലർ ഇൻ തിയോളജി.
നൗ ഷീ ഈസ് ഡൂയിങ് MTH, റൈറ്റ്? മാസ്റ്റർ ഇൻ തിയോളജി ചെയ്യുന്നത്. അതൊക്കെ അത്യാവശ്യം തിയോളജി പഠിപ്പിക്കാൻ പോകുന്നവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും അവയർനെസ് ഉള്ള ആളും കൂടിയാണ് ചേച്ചി. ചേച്ചി ഒന്ന് പറയാമോ അതിനെ പറ്റി? അപ്പം എനിക്കും അത് സജസ്റ്റ് ചെയ്യപ്പെട്ടു. കാരണം ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ്. കാരണം ആദ്യം സ്വാഭാവികമായിട്ടുള്ള മരുന്നുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫലിക്കുന്നില്ല എന്ന് വന്നപ്പോൾ അതിനുള്ള വലിയ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോൾ ഇത് സജസ്റ്റ് ചെയ്യപ്പെട്ടു, IUI സജസ്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷെ അപ്പം ഞാനിത് വേണ്ട എന്ന് തീരുമാനിച്ചത് വേറൊന്നും കൊണ്ടല്ല, ഇത് സഭ അംഗീകരിക്കുന്നില്ല. സഭ അംഗീകരിക്കാത്തത് കർത്താവ് അത് ആഗ്രഹിക്കാത്തത് കൊണ്ടാണ്. കർത്താവ് ആഗ്രഹിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണ് സഭയും അത് അംഗീകരിക്കാത്തത്. സഭ അത് അംഗീകരിക്കാത്തതിന് സഭ ദൈവത്തിൻ്റെ മനസ്സിൽ നിന്ന് തന്നെ കൃത്യമായി അതിൻ്റെ കാരണവും പറയുന്നുണ്ട്. കാരണം സഭ പറയുന്നത്, സഭ മറ്റു രീതിയിലുള്ള ഒന്നിനെയും സഭ എതിർക്കുന്നില്ല. മറ്റു രീതിയിലുള്ള ആ ഒരു ഗർഭധാരണത്തിന് വേണ്ടിയിട്ടുള്ള മറ്റ് ഇതിനെ അസിസ്റ്റഡ് ആയിട്ടുള്ള ഒന്നിനെയും സഭ എതിർക്കുന്നില്ല. സഭ എതിർക്കുന്നത് ഈ ഒരു കൃത്രിമ ഗർഭധാരണ മാർഗങ്ങളെയാണ്. ആ കൃത്രിമം എന്നുള്ളതിനകത്ത് തന്നെ അതിൻ്റെ എല്ലാ സൂചനകളും ഉണ്ട്, അസ്വാഭാവികതയുണ്ട്. കാരണം സഭ പറഞ്ഞ എത്രയേ ഉള്ളൂ, ഭാര്യ ഭർത്താക്കന്മാരുടെ സ്വാഭാവിക ഐക്യത്തിന്, ആ ശാരീരിക ഐക്യത്തിന് വെളിയിലുള്ള ഗർഭധാരണം ആണ് സഭ അംഗീകരിക്കാത്തത്. അത് സഭ കൃത്യമായിട്ട് ദൈവത്തിൻ്റെ മനസ്സിൽ നിന്ന് തന്നെ അതിനുള്ള റീസണും പറയുന്നുണ്ട്. കാരണം ഇത്രയേ ഉള്ളൂ, ഈ ഒരു ശാരീരിക ഐക്യം എന്ന് പറയുന്നത് അതിന് വിവാഹത്തിൻ്റെ 2 അർത്ഥങ്ങൾ അതിനകത്തുണ്ട്. ഇങ്ങനെ ഇടചേർന്ന് കിടപ്പുണ്ട്. ഒന്ന്, ആ ഒരു ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു ഐക്യം. രണ്ടാമത്തത് ജീവൻ്റെ കൈമാറ്റം. ഈ സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ നിന്നാണ് ജീവൻ്റെ കൈമാറ്റം ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാവാൻ പാടുള്ളൂ. കാരണം നമ്മൾ പറയും ദൈവം സ്നേഹമാണ്. ഈ സ്നേഹമാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയിലേക്ക് നയിച്ചത്. അപ്പോൾ സൃഷ്ടി എപ്പോഴും സ്നേഹത്തിൽ നിന്നാണ് വരേണ്ടത്. ഇത് തമ്മിൽ വേർപിരിക്കാൻ പറ്റില്ല എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹവും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലൊന്ന് വേർതിരിച്ചാൽ ഇതിൻ്റെ അർത്ഥം പോയി, മാനുഫാക്ചറിങ് ആയി. അത് മാത്രമല്ല, നമ്മുടെ ശാരീരികമായ ബന്ധത്തിന്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം, ആ ജീവൻ എന്നുള്ള ആ വലിയൊരു പരിപാവനമായ ലക്ഷ്യം തന്നെ അവിടെ ഹനിക്കപ്പെടുന്ന ഒരവസ്ഥ. ഒരു കുറേ എന്താ പറയുക, ഇപ്പം സഭ അതിനകത്ത് 2 തലങ്ങളുണ്ട്. 2 തരത്തിലുള്ള കൃത്രിമ മാർഗങ്ങളുണ്ട്. ഒന്ന്, മൂന്നാമതൊരു വ്യക്തിയുടെ അണ്ടമോ ബീജമോ അല്ലെങ്കിൽ ഗർഭപാത്രമോ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല. കാരണം കുഞ്ഞിന്റെ മാതാപിതാക്കൾ തന്നെ, യഥാർത്ഥ മാതാപിതാക്കൾ തന്നെ മാറിപ്പോവുകയാണ്. പിന്നെ ഉള്ളത് ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ തന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട്, പക്ഷെ ശരീരത്തിന് വെളിയിൽ ഇത് ഫെർട്ടിലൈസേഷൻ, ബീജസങ്കലനം നടത്തി വീണ്ടും ഉദരത്തിലേക്ക് ചെയ്യാന്നുള്ളത്. അപ്പം അവിടെയും ശരിക്കും പലരും പറയുന്നത് സഭ എതിർക്കുന്നത് മൂന്നാമതൊരാളിൻ്റെ ബീജമോ ഇതോ വരുന്നത് കൊണ്ടാണ് സഭ എതിർക്കുന്നതെന്ന്. അതുകൊണ്ടല്ല. കാരണം അതുകൊണ്ട് മാത്രമല്ല. കാരണം അവിടെയും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ശാരീരിക ഐക്യത്തിന് വെളിയിലാണ് ഇത് സംഭവിക്കുന്നത്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇവർക്ക് ഇത് സ്പേമോ ഇത് കിട്ടണമെങ്കിൽ മാസ്റ്റുർബേഷൻ എന്ന് പറയുന്ന മറ്റൊരു തെറ്റിലൂടെ മാത്രമേ ഇതും കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു തെറ്റ്. പിന്നെ ഈ ഇവർ തമ്മിലുള്ള ഒരു സ്നേഹത്തിന്റെ ഐക്യം, ശാരീരിക ഐക്യം സംഭവിക്കുന്നില്ല. അപ്പോൾ ആ ലക്ഷ്യങ്ങൾ ദൈവത്തിന്റെ ഹിതത്തിനെതിരായിട്ട് തമ്മിൽ വേർപിരിക്കാനാവാത്ത വിധം ഇടചേർന്ന് കിടക്കുന്ന ഈ ലക്ഷ്യങ്ങൾ ദൈവഹിതത്തിനെതിരായിട്ട് വേർപിരിക്കപ്പെടുകയാണ്. ഇത് ഒരു ക്ലാരിറ്റിക്ക് ഒത്തിരി പേർക്ക് നല്ലതാണ്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് പ്രത്യേകിച്ച് കത്തോലിക്കരായ തന്നെ അനേകർ ഈ ഒരു IVF പോലുള്ള മെത്തേഡുകളിലൂടെയൊക്കെ കുറേ പേര് കുഞ്ഞുങ്ങളെ, കാരണം അവർ നിരാശയുടെ അവസ്ഥകളിൽ അവർക്ക് ഒത്തിരി പേര് സജസ്റ്റ് ചെയ്യുകയും അവർ തന്നെ ചില ആത്മീയ ആചാര്യന്മാരൊക്കെ തന്നെ സജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ കുറേ പേര് ഇങ്ങനെ കുഞ്ഞുങ്ങൾ ജനിക്കപ്പെട്ടിട്ടുണ്ട്. അവരൊത്തിരി പേര് ആശ്വസിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പാർഷ്യലി. പക്ഷേ തെറ്റാണെന്ന് തന്നെ ഇത് വളരെ ക്ലിയർ ആയിട്ട് ഇപ്പം ഞാനിത് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, ഇത് പുരോഹിതനെന്ന് ഈ കസേരയിൽ നിന്ന് വളരെ കൃത്യമായിട്ട് പ്രഘോഷിക്കാം, സഭയുടെ പഠനങ്ങൾ എന്ന് അൾട്ടിമേറ്റ് ആയിട്ട് പറയാമെന്ന് പറയാം. പക്ഷേ ഇത് നിങ്ങളിൽ തന്നെ വന്നതാണ് അതിന് ഏറ്റവും വലിയ മനോഹാരിത. ചേച്ചി പറഞ്ഞോളൂ. കാരണം ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ ഈ മാസ്റ്റുർബേഷൻ വഴി ആണ് നമുക്കൊന്നൊരു ടെസ്റ്റ് പോലും അല്ലേ ചെയ്തത്. അപ്പം ഞാനറിയുന്നൊരു കപ്പിളാണ്, അവർ ഇതുവരെയും ഒരു ടെസ്റ്റ് പോലും നടത്തിയിട്ടില്ല. കാരണം ഒരു പാപത്തിൽ കൂടെ വേണം അവർക്ക് ഈ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതുള്ളതിൻ്റെ ധീരത
അവരിതുവരെയും ഇതിനേക്കാൾ ജീവിക്കുന്ന 3-4 രക്തസാക്ഷിത്വം വർഷമായിട്ട് നമ്മൾ അവരിപ്പോഴും ചിന്തിച്ച് വെയിറ്റ് ചെയ്യുക. കർത്താവിൻ്റെ കരുണ എന്ന് പറഞ്ഞ് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറൊരു സംഭവം കൂടെ ഇപ്പോൾ IVF ആണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്ന അതാണ് ഏറ്റവും latest version ലേറ്റസ്റ്റ് വേർഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇതിൽ തന്നെ ഒരു കുഞ്ഞിനെ നമ്മൾ എടുക്കുമ്പോൾ എത്ര കുഞ്ഞുങ്ങളാണ് ബീജ സങ്കലനത്തിലൂടെ അവിടെ ടെസ്റ്റ് ട്യൂബിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? 1 അല്ല 9 അല്ല, എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള അതിലൊന്നിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. ബാക്കിയുള്ളവരുടെ കാര്യം ബാക്കിയുള്ളവർക്ക് എടുത്ത് വേറൊരാൾ വരാൻ വേണ്ടി കുറെ പേരെ ഫ്രീസ് ചെയ്ത് വെക്കും, കുറെ ശരിക്കും ഇത് കൊലപാതകത്തിന്റെ ഏറ്റവും നമ്മൾ ലൈറ്റ് ആയിട്ട് പറയാവുന്ന ടേംസ് മാത്രമാണ്. അതായത് ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ടല്ലോ, ജീവനെ അതിന്റെ തുടക്കത്തിൽ തന്നെ മാനിക്കണമെന്നുള്ള. അത് നമ്മൾ തുടക്കത്തിൽ തന്നെ അവിടെ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഞാൻ പറയുന്നത് കൊല്ലുന്നു എന്ന് മാത്രമല്ല, ഇതൊരു കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ് ആയിട്ട് പക്ഷെ ആരും അതൊരു കുഞ്ഞായിട്ട് അതൊരു കുഞ്ഞല്ല, അതൊരു വസ്തുവാണ്, ഒരു ഒബ്ജക്റ്റാണ്, ഒരു ട്രേഡ് ചെയ്യപ്പെടുകയാണ്. അത് ശരിക്കും ജോർജിനെ പറഞ്ഞ കണക്ക് ഈ മരുന്നിലൂടെ അണ്ടോൽപാദനം സ്റ്റിമുലേറ്റ് ചെയ്യുന്ന മരുന്നിലൂടെ ഒരുപാട് അണ്ടങ്ങൾ ഓവം ഉണ്ടാക്കിയിട്ട് അത് ഈ IVF വഴി ഒരുപാട് എംബ്രിയോസ് ഉണ്ടാക്കിയിട്ട് അതിന് ഏറ്റവും പെർഫെക്റ്റ് എംബ്രിയോ സെലക്ട് ചെയ്ത് ബാക്കി എല്ലാത്തിനെയും നശിപ്പിച്ച് കളയാണ്. ഈ ചെയ്യുന്നവരുടെ സ്വന്തം കുഞ്ഞുങ്ങളെ തന്നെയാണ് കൊല്ലുന്നത്. അപ്പോൾ അത് നമുക്ക് അവിടെയൊക്കെ നമ്മളത് അംഗീകരിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഒത്തിരി കുഞ്ഞുങ്ങളെ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ടല്ലോ, ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടാവുന്നു, 4, 5, 8 ഒരു പ്രസവത്തിൽ തന്നെ. അങ്ങനെ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളാണ് ഇത്. അപ്പം അപ്പം മനുഷ്യർ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, ഇപ്പം ജീവൻ ദൈവത്തിൻ്റെ ദാനമാണല്ലോ, അപ്പം ഇങ്ങനെ ഉണ്ടാവുന്നതും കുഞ്ഞുങ്ങൾ തന്നെയല്ല, അത് ദൈവം തരാതെ ഒരു ജീവൻ സൃഷ്ടിക്കപ്പെടുന്നില്ലല്ലോ എന്നൊരു ചോദ്യവും നമ്മൾ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെ, അത് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയാണ് ഇത് മാത്രമൊന്നുമല്ല, അവിവാഹിതർക്കും അല്ലെങ്കിൽ ദുർമാർഗത്തിലൂടെയും വ്യഭിചാരത്തിലൂടെയും കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം അംഗീകരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു തെറ്റായ ഒരു തിയോളജിയാണ്. കാരണം എനിക്ക് ഗുണമുണ്ടായെങ്കിൽ ഇപ്പൊ കാര്യം എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്ത് തെറ്റ് ശരിയെന്ന് പറഞ്ഞ് അവസാനം ആ തെറ്റ് ശരിയായിട്ട് നമ്മളങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്ത് പോയി നമ്മുടെ സമൂഹം അല്ലെങ്കിൽ ഈ ഒരു പുതിയ കൾച്ചറോ അല്ലെങ്കിൽ എല്ലാ അഡ്വാൻസ്ഡ് ടെക്നോളജിയോ എത്ര വട്ടം ഒരു തെറ്റ് ശരി എന്ന് പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി തെറ്റ് എന്നും തെറ്റ് തന്നെയാണ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു എൻഡ് പോയിന്റ്. അതെ, എല്ലാവരും പറയുന്നൊരു കാര്യം ഇതാ വെച്ചാൽ, അതായത് ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒരു കുഞ്ഞ് എന്നാണേലും ആവശ്യമാണ്. എൻ്റെ അടുത്ത് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നിങ്ങൾക്ക് തോന്നും വേണ്ടെന്ന്, പക്ഷെ നിങ്ങൾ ഇതോർത്ത് ഒത്തിരി കാലം നിങ്ങളുടെ നല്ല സമയം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ദുഃഖിക്കേണ്ടി വരും. പക്ഷെ ഞാൻ എൻ്റെ ഈശോയോട് പറഞ്ഞ ഒരേ ഒരു കാര്യം ഇതേ ഉള്ളൂ, എൻ്റെ ഈശോയെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി മാത്രം. എനിക്കിഷ്ടമാണ്, എനിക്ക് ഒരു കുഞ്ഞിനെ IVF-ലൂടെ ഒരു കുഞ്ഞിനെ കിട്ടിയാലും കുഞ്ഞ് നമ്മുടെ കുഞ്ഞല്ലേ, നമുക്ക് ആ കുഞ്ഞിനോട് ഇഷ്ടമുണ്ടാവും, സന്തോഷമുണ്ടാവും. അതൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല നമ്മളത് വേണ്ടെന്ന് വെച്ചത്. കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി കഴിഞ്ഞ ദിവസം ഞാൻ മധുരമൊഴി തന്നെ കണ്ടായിരുന്നു, കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്ന അമ്മ നൊയമ്പെടുക്കുമ്പം, മോനെ നീ നൊയമ്പെടുക്കുന്നത് നിൻ്റെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി മാത്രം, അല്ലാതെ നീ നൊയമ്പ് എടുക്കണോന്ന് ഓർത്തുകൊണ്ട് നീ നൊയമ്പ് എടുക്കുന്നതല്ല. ഇഷ്ടം നോക്കി മാത്രം ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളും മാത്രം, അത് മാനുഷികമായ വികാരങ്ങളില്ലാത്തതുകൊണ്ടോ താല്പര്യങ്ങളില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇതൊരു മഹാപുണ്യമായിട്ട് ഏറ്റെടുക്കുന്നതല്ല ഈ സഹനം. മറിച്ച് കർത്താവ് ഇതിനേക്കാൾ വലിയ ഒന്നും അതിനു വഴി നമുക്ക് ഇവിടെ ഒന്നും പറയാനില്ല. എനിക്കൊരു കാര്യം ഇങ്ങനെ ആഡ് ചെയ്യാനായിട്ട് തോന്നുന്നതാണ്. ഒരുപക്ഷെ പൊതുവെ ഒരു ധാരണയുള്ളത് ഭാര്യാഭർത്തൃ ബന്ധം അല്ലെങ്കിൽ വിവാഹ ബന്ധം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളൊരു എസൻഷ്യൽ ഘടകമാണെന്ന്. അത് കുഞ്ഞുങ്ങളോട് ചേർന്നാൽ മാത്രമേ ഇവരുടെ വിവാഹം സഫലമാകുന്നു. ഇതൊക്കെ വളരെ തെറ്റായൊരു കാഴ്ചപ്പാടാണ്. ഭാര്യാഭർത്തൃ ബന്ധം അവർ ഭാര്യയും ഭർത്താവും ആകുകയും കുടുംബം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് അവരൊരുമിക്കുമ്പോഴാണ്. ആദ്യത്തെ 2 പ്രിൻസിപ്പിൾ ഇതാണ്. യൂണിറ്റി ആൻഡ് ഇൻഡിസിബിലിറ്റി ആണ് അതിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. കല്യാണത്തിൻ്റെ സമ്മതത്തിന് പറയുന്ന ബേസിക് കാര്യങ്ങളാണ്. ഇവർ തമ്മിലുള്ള ഒരുമയും ഇവർ തമ്മിലുള്ള അന്ത്യം വരെയുള്ള കൂട്ടായ്മയാണ് വിവാഹത്തിന്റെ ആദ്യ 2 എൻറ്റിറ്റികൾ. ഇതിന്റെ 3ാമത്തെ ഭാഗമാണ് കുഞ്ഞുങ്ങളുടെ ഭാവം വരുന്നത് തന്നെ. ഈ ആദ്യത്തെ 2 ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നത്. 3ാമത്തെ കാര്യം ദൈവം തീരുമാനിക്കേണ്ടത്. അതെ. അല്ല, നമുക്ക് അവിടെ ചെയ്യാവുന്നത് ഓപ്പൺനെസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. എനിക്കൊന്ന് വേറൊരു ഉദാഹരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വളരെ എളുപ്പം നമുക്കത് ദഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നതാണ്. ഒരിക്കൽ യേശുവും ശിഷ്യന്മാരോട് ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ ഞങ്ങളോട് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പ്ലെയിനായിട്ട് പറയുന്നുണ്ട്, നേരെ കാര്യങ്ങൾ പറയാം, ഉപമയും കഥയും ഒന്നും പറയുന്നുമില്ല. അസമയം നീ മറ്റുള്ളവരോട് പറയാൻ നേരത്ത് നീ കഥയിൽ ആണല്ലോ പറയുന്നത് എന്ന് ഈശോ അതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് നേരെ ലഭിക്കാനുള്ള
കൃപ ലഭിച്ചിരിക്കുന്നു. അത് നിങ്ങൾക്കൊരു വിളിയുണ്ട്, കൃപയുണ്ട്. ആ സമയം മറ്റുള്ളവർക്ക് ഇത് കഥയിലൂടെയേ അവർക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് അവർക്ക് കഥ പറഞ്ഞ് അവരെ മനസ്സിലാക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീത്വമാണെങ്കിലും പുരുഷത്വമാണെങ്കിലും മാതൃത്വത്തിലൂടെയും പിതൃത്വത്തിലൂടെയുമാണ് പൂർണ്ണതയിലേക്ക് എത്തുക. ഈ പൂർണ്ണത മറ്റൊന്നുമല്ല, പിതാവിനോട് ചേർന്നുള്ള, ദൈവപിതാവിനോട് ചേർന്നുള്ള ആ സമനാകാനുള്ള അല്ലെ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ ഇത് പിതൃത്വത്തിലൂടെയും മാതൃത്വത്തിലൂടെയാണ് പുരുഷനും സ്ത്രീയും സ്വീകരിക്കുന്നത്. അവരത് പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. അതാണ് ഇവിടെ വിട്ടിരിക്കുന്നത്. ഇനി ഇവിടെ 2 ഗ്രൂപ്പുണ്ട്. ചില ആളുകളെ ഉപമയിലൂടെ പഠിപ്പിക്കും. എനിക്ക് 4 മക്കളെ തന്നിട്ട്, എടാ എങ്ങനെയാണ് അപ്പനാകേണ്ടതെന്ന് മര്യാദയ്ക്ക് പോയിരുന്ന് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. എനിക്ക് കുറേ സംഗതികളും തന്നിരിക്കുക, 4 മക്കളെയെല്ലാം തന്നിരിക്കുകയാണ്. ഇതിനകത്തൂടെ ഞാൻ അവരുടെ കുറ്റങ്ങൾ ക്ഷമിച്ചും അവരെ തിരുത്തിയും അവരെ പ്രോത്സാഹിപ്പിച്ചും അവരെ സംരക്ഷിച്ചും എല്ലാം ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഞാൻ. പക്ഷെ വേറെ ചിലരെ വിളിച്ചിട്ട്, നിനക്ക് അങ്ങനെ ഈ ഉപമയും കഥയൊന്നും ആവശ്യമില്ല, ഐ ക്യാൻ സ്ട്രെയിറ്റ്ലി ടീച്ച് യു, ഞാൻ നേരെ നിന്നോട് പറഞ്ഞു പഠിക്കും. അതിനുള്ള വിളി ലഭിച്ചിരിക്കുന്നു. വേറെ മറുപടി ഒന്നും പറയുന്നില്ല. ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനും വേറെ കാര്യവും പാപപുണ്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതിന് വിളി ലഭിച്ചു. എനിക്ക് തോന്നുകയാണ് ദൈവത്തിൻ്റെ പിതൃത്വത്തിലും മാതൃത്വത്തിലും ഒക്കെ പങ്കുചേരാൻ നേരിട്ട് വിളി ലഭിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. അവർക്ക് ഇങ്ങനെയൊരു ഇൻ്റർമീഡിയേഷൻ്റെ അല്ലെങ്കിൽ ഇങ്ങനൊരു, അത് തന്നെയാണ് എനിക്ക് നിങ്ങൾ ചോദിക്കാനുള്ള ചോദ്യം. നിങ്ങളിപ്പോൾ ഇതിപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതെല്ലാം ദഹിക്കാൻ ഇച്ചിരി നല്ല കട്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതല്ല. ഒരു സ്വാഭാവിക മനുഷ്യന്, പ്രത്യേകിച്ച് ഒരു സാധാരണ കുടുംബത്തിൽ ജീവിക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും ആഗ്രഹിക്കുന്ന ഒട്ടും ദഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി കുറച്ചുകൂടി പ്രാക്ടിക്കൽ കുറച്ച് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ എങ്ങനെയാണ് ശരിക്കും മാതൃത്വവും അല്ലെങ്കിൽ നിങ്ങൾ ഭർത്താക്കന്മാർ പിതൃത്വവും മക്കളില്ലാതെ അത് അതിനുള്ള പോസിബിലിറ്റീസ് പറയാമോ? ലക്ഷിച്ച് പറയാമോ? ശരിക്കും എനിക്ക് തോന്നുന്നത് എന്നുവെച്ചാൽ അനുഭവത്തിൽ നിന്ന് തോന്നുന്നതാണ്. ഇപ്പം നമുക്ക് മക്കളുണ്ടാകുമ്പോൾ നമ്മുടെ ഈ പറയുന്ന മാതൃത്വം അല്ലെങ്കിൽ പിതൃത്വം ആയാലും ആ മക്കളിലേക്ക് ചുരുങ്ങിപ്പോകാനൊരു സാധ്യതയുണ്ട്. പക്ഷെ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായേക്കുന്നത് അത് തരാത്തത് കൊണ്ടായിരിക്കാം. ലോകത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കാണുമ്പം എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ഇപ്പോൾ എൻ്റെ ആരുമല്ല, ബന്ധുക്കളോ ഒന്നും അല്ലാത്ത കുഞ്ഞുങ്ങളെ കാണുമ്പോഴും സന്തോഷമാണ്. ഒരു സങ്കടത്തെക്കാളുപരി സന്തോഷമാണ്, ഒരു ഇഷ്ടമാണ്. അത് മാത്രമല്ല, പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, ശരിക്കും നമ്മളിപ്പം വായിച്ചുകൊണ്ടിരിക്കുന്ന പത്രങ്ങളിലൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ തിന്മയുടെ അവസ്ഥകൾ അറിയാമല്ലോ. അപ്പം വൈകിട്ടൊക്കെ ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ വണ്ടിയിലിരുന്ന് നോക്കുമ്പോഴത്തേക്കിനും ഈ കൊച്ചു പെൺകുട്ടികൾ, ഈവൻ കൊച്ചു ആൺകുട്ടികൾ പോലും ഈ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ അവർ വല്ല ട്യൂഷന് പോയിട്ടോ ഒക്കെ വീട്ടിലേക്ക് പോകുമായിരിക്കും. പക്ഷെ ഇച്ചിരി ഒരു സന്ധ്യ ആകാരം എടുക്കുന്ന സമയത്തേക്ക് ഇവർ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന കാണുമ്പം ശരിക്കും നമ്മുടെ ചങ്കിലാണൊരു പെടപ്പ്, ഒരു അമ്മ വേദന, അമ്മ ഹൃദയമൊക്കെ അല്ലേ. കാരണം ശരിക്കും നമുക്ക് പേടിയാണ്. ഈ കുഞ്ഞിനെ കുറിച്ച് സ്വന്തം കുഞ്ഞിനെ കുറിച്ച് ഒരു ആകുലതയും ഒരു ആദ്യമൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പോഴെല്ലാം നമ്മൾ വണ്ടിയിലിരിക്കുകയാണ്. അപ്പോൾ കാണുമ്പോഴെല്ലാം നമുക്ക് ഈശോയെ ആ കുഞ്ഞുങ്ങളെ കാത്തോളണേ എന്ന് മനസ്സിലൊന്ന് പ്രാർത്ഥിക്കാതെ കടന്നു പോകാറില്ല. കാരണം അപ്പോൾ അതിനുള്ളൊരു ഇത് തമ്പുരാൻ തന്നിട്ടുള്ള. അപ്പോൾ എനിക്ക് തോന്നും എൻ്റേതിലേക്ക് ചുരുങ്ങാതെ ഏത് കുഞ്ഞിനെ കാണുമ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ഇത്. പിന്നെ എനിക്ക് തോന്നുന്നു വേറൊരു ഇതെന്ന് പറഞ്ഞാൽ, ഞാൻ പോലും അറിയാതെ പല പല വഴികളിൽ കൂടെ തമ്പുരാൻ എന്നെ എത്തിച്ചു നിർത്തിയിരിക്കുന്നത് ഏഞ്ചൽസ് അമ്മ മിനിസ്ട്രിയിലാണ്. അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മിനിസ്ട്രിയിലാണ്. അപ്പോൾ അതിനകത്ത് കർത്താവ് പതുക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ആക്റ്റീവാക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്കുള്ള മിനിസ്ട്രിയിൽ കുഞ്ഞുങ്ങളില്ലാത്ത അമ്മയ്ക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നവരാണ്. അതെ അതെ. വാസ്തവത്തിൽ ഇപ്പം മാസികയുടെ ഒരുപടി ഏഞ്ചൽസ് ആർമി മാസികയുടെ ഒരുപടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന റോഷ്നിയാണ്. അപ്പോൾ ഇത് ഏഞ്ചൽസ് ആർമി ആ സച്ച് പാരൻറ്റിങ്ങിൻ്റെ ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിന് അത് ആക്റ്റീവായിട്ട് റോൾ എടുക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു പേരൻറ്റിൻ്റെ നല്ലൊരു റോള്, അല്ലെങ്കിൽ ഒരു ലോക പേരൻറ്റിങ് എന്നൊക്കെ പറയാവുന്ന ഒരു സംവിധാനത്തിലേക്ക് തന്നേക്കുന്നത്. സമീചി, എങ്ങനെയാണ് ഈ മക്കളില്ലാതെ അമ്മയാവുന്നൊരവസ്ഥ? രോഷിജി അതാണല്ലോ പറഞ്ഞു നിർത്തിയത്, പ്രസവിക്കാതെ അമ്മയാവാം. ആ ഒരവസ്ഥ എങ്ങനെയാണ് ചേച്ചി ഇപ്പോൾ ജീവിതത്തിൽ, ചേച്ചിയും ഭർത്താവും ആ ജീവിതത്തിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ വിശ്വസിക്കുന്നത് വെച്ചാൽ എല്ലാ സ്ത്രീകളുടെ ഉള്ളിലൊരു മാതൃഹൃദയം ഉണ്ടല്ലോ. അത് പ്രസവിച്ചാലും ഇല്ലെങ്കിലും നമ്മളെല്ലാവരും അമ്മമാരാണ്. ഒരു സ്ത്രീയാണോ ആ മാതൃത്വം എല്ലാവരിലും ഉണ്ട്. പിതാവായ ദൈവത്തിൻ്റെ ആ ഒരു മാതൃത്വം തന്നെ നമ്മുടെ എല്ലാ ഉള്ളിലുണ്ടല്ലോ. അപ്പം നമുക്കും ഈ പറഞ്ഞ പോലെ നമ്മുടെ സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ എനിക്ക് നേരത്തെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവരോട് ഇത്രയും സ്നേഹം ഉണ്ടാവുമായിരുന്നില്ല. ആ കുഞ്ഞുങ്ങൾക്ക് എന്നോടും എനിക്ക് ആ കുഞ്ഞുങ്ങളോടൊരു പ്രത്യേക സ്നേഹമാണ്. അതുപോലെ തന്നെ അമ്മ ആയിട്ടില്ലെങ്കിലും പ്രസവിച്ചിട്ടില്ലെങ്കിലും
വളർത്തിയിട്ടില്ലെങ്കിലും എന്നെ അമ്മയെന്ന് വിളിക്കുന്ന, എന്നെ അമ്മയെ പോലെ കരുതുന്ന ഒരുപാട് മക്കളെ ഈശോ എനിക്ക് തന്നിട്ടുണ്ട്. ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി ഉപവസിക്കാനും നൊയമ്പെടുക്കാനും ഒക്കെ അതിൽ ഒരുപാട് ആനന്ദം എനിക്ക് തരാറുണ്ട് ഈശോ. സ്പിരിച്വൽ അഡോപ്ഷൻ. സ്പിരിച്വൽ അഡോപ്ഷൻ എന്ന് വേണേൽ പറയാം. അപ്പം ഒന്നും തന്നെ നമുക്ക് അവരിൽ നിന്ന് ഒന്നും കിട്ടാനില്ലേ, പാവം കുഞ്ഞുങ്ങൾ മക്കളെ. അതിങ്ങനെ ബോധപൂർവമായിട്ട് ചെയ്തായിരുന്നോ അതോ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ട് ഈശോ വന്നു ചേരുന്ന ഒരു അനുഭവമായിരുന്നു നമുക്ക്. ഞാൻ അങ്ങനെ കുറെ അമ്മമാരെ കണ്ടിട്ടുണ്ട് ചോദിച്ചേട്ടാ. അതായത് സ്വന്തം മക്കളുള്ളവരും ഉള്ളവരെയും എനിക്ക് കുറെ പേര് സ്വന്തം എന്ന് കരുതി അവരുടെ മക്കൾക്കൊപ്പം തന്നെ വെച്ച് പ്രാർത്ഥിക്കുകയും കരുതുകയൊക്കെ ചെയ്യുന്ന കുറെ അമ്മമാർ ഉണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നിരാശയുടെ അവസരങ്ങളെല്ലാം വരും. നിരാശയുടെ അവസരങ്ങളും നമുക്കും എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ, എൻ്റെ സങ്കടം കാണുന്നുണ്ടോ എന്ന് നമ്മൾ ഓർക്കാറുണ്ട്. ഈ അവസ്ഥകളിൽ കൂടി എല്ലാം നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഈ മദർഹുഡ് എല്ലാം നമ്മൾ സന്തോഷിക്കുന്നുണ്ട്. എന്നാൽ പോലും നമുക്ക് ദുഃഖം വരും. നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് ദുഃഖം വരും. പക്ഷേ ഞാനൊരു ധ്യാനത്തിൽ കേട്ടേക്കുന്ന ഒരു അച്ഛൻ കേട്ടേക്കുന്ന മക്കളെ, നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ എന്നോട് ചോദിക്കും നിങ്ങൾ എത്ര നാൾ പ്രാർത്ഥിക്കണം. ഞാൻ പറയും എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് ലഭിക്കുന്നത് വരെ നിങ്ങളെ അപ്പനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുവൻ. അപ്പം ഞാനത് ഓർക്കുന്നത്, നമ്മുടെ ദൈവത്തിനോട്, നമ്മുടെ അപ്പനോട് നമുക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാം, നമുക്ക് യാചിക്കാം. പക്ഷേ നമ്മുടെ അപ്പൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറവേറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് കണ്ണുകളടച്ച് കുടുംബത്തോടൊപ്പം ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ആദ്യ ഭാഗത്ത് പറഞ്ഞ കൃത്രിമ ജനനമാർഗത്തിലൂടെ ഉണ്ടായ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു പോയ ദമ്പതികൾ ആരെങ്കിലുമൊക്കെ കുറ്റബോധമോ ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തമ്പുരാനെ അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർക്ക് പറ്റിപ്പോയ അവസ്ഥകളെ നീ പൊതിഞ്ഞു പിടിക്കണമേ. യാതൊരു കുറ്റബോധത്തിനും യാതൊരു നിരാശയ്ക്കും അവർക്ക് ഇടവരുത്തരുത്. തമ്പുരാനെ ഇന്നും വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ദമ്പതികൾ, കുഞ്ഞുങ്ങൾക്കായി കാത്തിരിക്കുന്ന ദമ്പതികൾ കുറേ പേർക്ക് നിരാശയിൽപ്പെട്ടു പോയിട്ടുണ്ട്. മറ്റു ജീവിത വഴികളിലേക്ക് അവർ തിരിഞ്ഞു പോയിട്ടുണ്ട്, പാപങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അവരുടെ നിവൃത്തികേട് കൊണ്ടാണ് കർത്താവേ, നീ കരുണയോടെ നോക്കണമേ. അവരുടെ എല്ലാ അവസ്ഥകളെയും നീ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. നിൻ്റെ എല്ലാവരെയും തൊട്ടു സുഖപ്പെടുത്തിയ നിൻ്റെ വലതുകരം നീട്ടി, സ്വർഗത്തിൻ്റെ ആ കരം നീട്ടി ഈ നിമിഷം തന്നെ നീ അനേകരെ ആശ്വാസം കൊടുത്ത്, അവർക്ക് പ്രതീക്ഷ കൊടുത്ത് അവരെ നീ പിടിച്ചു നിർത്തണമേ. കടുത്ത നിരാശയിൽപ്പെട്ടു പോയിരിക്കുന്ന അനേകർക്ക് തമ്പുരാനെ ഈ ഒരു രാത്രി ഞങ്ങളൊന്നു ചേർന്ന് ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ, ഇത് കാണുന്ന എല്ലാവരും ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി പേർക്ക്, ഒത്തിരി കുഞ്ഞുങ്ങൾ, ഒത്തിരി ഉദരങ്ങൾ തുറക്കപ്പെടട്ടെ. ഒത്തിരി ഉദരങ്ങൾ തുറക്കപ്പെടട്ടെ. ഭൂമിയിലേക്ക് ഒത്തിരി കുഞ്ഞുങ്ങൾ ജനിക്കപ്പെടട്ടെ. ഈ ഭൂമിയിൽ ഒരു പ്രാർത്ഥനയും സ്വർഗം കേൾക്കാതെ പോകുന്നില്ല എന്ന പ്രത്യാശയോടെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്നെ തൊടാനാവാത്ത വിധം, നിന്നെ സ്പർശിക്കാനാവാത്ത വിധം, നിന്നെ സഹായിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്ന് പറഞ്ഞ ആ വലിയ വാക്കുകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഈ ഒരു രാത്രി ഒത്തിരി അനുഗ്രഹങ്ങളുടെ, ഒത്തിരി അഭിഷേകത്തിൻ്റെ, ഒത്തിരി തുറക്കപ്പെടലിൻ്റെ ഒരു രാത്രിയായി മാറട്ടെ. എല്ലാവരെയും നീ ആശ്വസിപ്പിക്കുന്ന കർത്താവെ, പ്രത്യേകിച്ച് മക്കളില്ലാത്ത ദമ്പതികളെ നിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ, അവർക്ക് വേണ്ടി കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ ഞങ്ങളെ നീ സഹായിക്കണമേ. നമുക്കൊന്ന് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഉപേക്ഷിച്ചുകൊണ്ട് ഈശോമിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതൊരു പ്രാർത്ഥന നിയോഗമായി മാറട്ടെ. എല്ലാ കുടുംബ പ്രാർത്ഥനകളിലും ഇങ്ങനെയുള്ള ദമ്പതികൾക്ക് വേണ്ടി എല്ലാ ദിവസവും നമ്മൾ മുടങ്ങാതെ പ്രാർത്ഥിക്കുക. ആമേൻ.